ദീർഘനാളത്തെ സ്വപ്നമായിരുന്ന കാശ്മീർ യാത്രയുടെ സാക്ഷാത്കാരം. ഇൻഡിഗോ വിമാനത്തിൽ കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്കും അവിടെ നിന്ന് ശ്രീനഗറിലേക്കും. കാശ്മീർ യാത്രയിലെ ആദ്യത്തെ സുന്ദര ദൃശ്യം ശ്രീനഗർ ഫ്ലൈറ്റിൽ നിന്ന് പകർത്തിയ സൂര്യാസ്തമയം. നാളെ മുതൽ കാണാൻ പോകുന്ന മനോഹര ദൃശ്യങ്ങളുടെ ഒരു കേർട്ടൻ റൈസർ. ശ്രീനഗർ എയർപോർട്ടിന് പുറത്ത് കാത്തുനിന്ന ബസ്സിൽ ഹോട്ടൽ സിദ്ദിഖ് പാലസിലേക്ക്. കാശ്മീരിലെ യാത്രയുടെ തുടക്കം ഭാരതത്തിലെ 1-ാം നമ്പർ ദേശീയപാതയായ NH-1 കൂടി ആയത് യാദൃശ്ചികമെങ്കിലും ശുഭോദർക്കമായി. ശ്രീനഗറിൽ നിന്ന് ലഡാക്കിലേക്ക് പോകുന്ന പാതയിൽ 80 കിലോമീറ്റർ അകലെയുള്ള സോനാമാർഗിലേക്കാണ് ഇന്നത്തെ യാത്ര. 25 കിലോമീറ്റർ യാത്രയ്ക്ക് ശേഷം നദിയുടെ തീരത്തിറങ്ങി നദിയുടെയും ചുറ്റുപാടുകളുടെയും സൗന്ദര്യം ആവോളം ആസ്വദിച്ചിട്ടാണ് യാത്ര തുടർന്നത്. പർവ്വതനിരകളിൽ നിന്ന് ഒഴുകി വരുന്ന കല്ലുകൾ നിറഞ്ഞ സിന്ധ് നദിയുടെ ഓരത്തുകൂടിയാണ് ദേശീയപാത കടന്നു പോകുന്നത്. സോനാമാർഗ് ടണൽ 2025 ജനുവരിയിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത 6.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള സോനാമാർഗ് ടണലിൽ കൂടെയുള്ള യാത്ര ഒരു അനുഭവമായിരുന്നു. ഉച്ചയോടെ സമുദ്രനിരപ്പിൽ നിന്ന് 2800 മീറ്റർ ഉയരത്തിലുള്ള സോനാമാർഗിൽ എത്തി. നിരവധി സിനിമകളുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ. സോനാമാർഗിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടിരുന്നപ്പോൾ ടീം മാനേജർ ശോഭയുടെ അറിയിപ്പ് വന്നു. 25 കിലോമീറ്റർ അകലെയുള്ള സോജില പാസിലേക്ക് താല്പര്യമുള്ളവർക്ക് പോകാവുന്നതാണ്. എല്ലാവരും സന്തോഷത്തോടെ യാത്ര ആരംഭിച്ചു. ഭൂമിയിലെ സ്വർഗം എന്ന പേര് അന്വർത്ഥമാക്കുന്ന മനോഹര കാഴ്ചകൾ. വളവും തിരിവുമായി മുകളിലേക്ക് കയറിപ്പോകുമ്പോൾ സിന്ധ് നദിയുടെയും താഴ്വരകളുടെയും മനോഹാരിത, പൈൻ മരങ്ങളും ആൽപൈൻ പുൽമേടുകളും മഞ്ഞു മൂടിയ മലനിരകളും, ചിലയിടങ്ങളിൽ മേപ്പിൾ മരങ്ങൾ. സ്വർഗം തന്നെ. സൈനികമായി തന്ത്രപ്രാധാന്യമുള്ള സോജില ചുരത്തിലെ വാഹനം എത്താവുന്ന ഏറ്റവും ഉയർന്ന സ്ഥലമാണ് 0 പോയിൻ്റ്. സമുദ്രനിരപ്പിൽ നിന്ന് 11,649 അടി ഉയരമുള്ള 0 പോയിൻ്റ് വർഷം മുഴുവൻ മഞ്ഞ് മൂടിക്കിടക്കുന്നു. കാശ്മീർ മേഖല അവസാനിക്കുകയും ലഡാക്ക് മേഖല ആരംഭിക്കുകയും ചെയ്യുന്ന ഒരു പോയിൻ്റ് കൂടിയാണ് ഇത്. മടക്കയാത്രയിൽ താഴ്നിന്ന് കയറി വരുന്ന പട്ടാള ടാങ്കുകൾ വഹിച്ചുകൊണ്ടുള്ള നീളൻ ട്രക്കുകൾക്ക് വഴിയൊരുക്കുവാൻ വേണ്ടി 1.5 മണിക്കൂറോളം വാഹനങ്ങൾ ഒതുക്കി കാത്തു നിൽക്കേണ്ടി വന്നു. ഹിമാലയത്തിൻ്റെ കൊടും തണുപ്പിൽ നമ്മുടെ അതിർത്തി കാക്കുന്ന ധീര ജവാന്മാർ മനസ്സിൽ നിറഞ്ഞു നിന്നു. സോനാമാർഗുകാരനായ ഡ്രൈവറോടൊപ്പം. 2-ാം ദിവസത്തെ യാത്ര ഗുൽമാർഗിലേക്കാണ്. ടാങ് മാർഗ് മുതൽ കൊടും വളവുകളും കയറ്റവുമുള്ള റോഡിൻ്റെ ഇരുവശവും അതിമനോഹരമായ കാഴ്ചകളാൽ സമ്പന്നമാണ്. 8,690 അടി ഉയരത്തിലുള്ള ഗുൽമാർഗിൽ നിന്ന് കൂടുതൽ ഉയരങ്ങളിലേക്കുള്ള 2 ഫേസിലായി പോകുന്ന ഗൊണ്ടോള യാത്രയാണ് ഇവിടുത്തെ മുഖ്യ ആകർഷണം. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള കേബിൾ കാർ സംവിധാനത്തിൽ ഒന്ന്. 9 മിനിറ്റ് കൊണ്ട് 2.5 കിലോമീറ്റർ സഞ്ചരിച്ച് 1477 അടി മുകളിലേക്ക് എത്തുന്ന 1-ാം ഫേസിൽ പൈൻ ഫിർ മരങ്ങളുടെയും പുൽമേടുകളുടെയും മനോഹാരിത. അവിടെ നിന്ന് വീണ്ടും
2887 അടി കൂടി ഉയരത്തിലേക്ക് 2.7 കിലോമീറ്റർ ദൂരം 12 മിനിറ്റ് കൊണ്ട് എത്തുന്ന രണ്ടാം ഫേസ്. ആഫർവത്ത് കൊടുമുടിയുടെ ഭാഗമായ കോങ്ദൂരി പർവ്വതത്തിൽ മഞ്ഞ് മൂടിക്കിടക്കുന്ന ഇവിടെ ഓക്സിജൻ്റെ അളവ് വളരെ കുറവാണ്. ചിലർക്ക് ഓൾട്ടിറ്റ്യൂഡ് സിക്നസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവിടെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം 13,058 അടിയാണെന്ന് ഓർക്കുക. നംഗപർവ്വതം ഉൾപ്പെടെ ഹിമാലയത്തിൻ്റെ അത്ഭുത കാഴ്ചകൾ കണ്ട് ലോകത്തിൻ്റെ നെറുകയിൽ നിന്ന് വീണ്ടും താഴേക്ക്. മഹാരാഷ്ട്രക്കാരനായ ജവാനുമായി ഒരു സൗഹൃദ സംഭാഷണം. ഫേസ് 1 കാഴ്ചകൾ കണ്ട് കുതിര സവാരിയും കഴിഞ്ഞ് തിരികെ ഹോട്ടലിലേക്ക്. 3-ാം ദിവസത്തെ യാത്ര ഏപ്രിൽ 22 ഭീകരാക്രമണമുണ്ടായ പഹൽഗാമിലേക്ക്. കൊയ്ത്തു കഴിഞ്ഞ കടുകുപാടങ്ങൾ. എൻ്റെ കയ്യിലിരിക്കുന്ന പൂവിൻ്റെ ചുവന്ന നിറത്തിലുള്ള 3 തന്തുക്കളാണ് ലോകത്തിലെ ഏറ്റവും വിലയേറിയ സുഗന്ധവ്യഞ്ജനമായ കുങ്കുമപ്പൂവ്. കാശ്മീരിലെ വില്ലോ മരങ്ങൾ കൊണ്ട് ക്രിക്കറ്റ് ബാറ്റുകൾ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയാണ് പിന്നീട് സന്ദർശിച്ചത്. പാകമായ ആപ്പിളുകൾ നിറഞ്ഞു നിൽക്കുന്ന ചെടികൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. റോഡിൻ്റെ ഒരു വശത്ത് ജലം നദിയുടെ, ഒരു പോഷക നദിയുടെ മനോഹര കാഴ്ചകൾ. പഹൽഗാമിൽ നിന്ന് വീണ്ടും ടാക്സി കാറിൽ ബേതാബ് താഴ്വരയിലേക്ക്. പുഴയും മരങ്ങളും ചുറ്റുപാടുമുള്ള മലനിരകളും എല്ലാം കൂടി അതിമനോഹരമായ കാഴ്ചകൾ. റോഡ് പാലവും തകർത്ത മലവെള്ളപ്പാച്ചിലിൻ്റെ ബാക്കി പത്രം. അവിടെ നിന്ന് ആരു വാലിയിലേക്ക്. മടക്കയാത്രയിൽ ആട്ടിൻപറ്റങ്ങളുടെ മനോഹര കാഴ്ച. ഇന്ന് ശ്രീനഗറിലെ കാഴ്ചകളാണ് കാണാനുള്ളത്. രാവിലെ തന്നെ ശ്രീ ശങ്കരാചാര്യ ക്ഷേത്രത്തിലേക്ക് വാഹനത്തിൽ നിന്നിറങ്ങി 243 പടികൾ കയറി ക്ഷേത്രമുറ്റത്തെത്തി. 20 അടി ഉയരത്തിൽ അഷ്ടഭുജാകൃതിയിലുള്ള അടിത്തറയുടെ മുകളിൽ ചതുരാകൃതിയിലുള്ള ക്ഷേത്രത്തിനുള്ളിലെ പ്രതിഷ്ഠ ശിവലിംഗമാണ്. നിഷാദ് മുഗൾ ഗാർഡനിലേക്കാണ് അടുത്ത യാത്ര. ഗാർഡൻ ഓഫ് ബ്ലിസ്, ആനന്ദത്തിൻ്റെ ഉദ്യാനം എന്നറിയപ്പെടുന്ന ഉദ്യാനം നൽകിയ ആനന്ദത്തിന് അതിരില്ല. AD 1633 നൂർജഹാൻ്റെ സഹോദരനായ ആസിഫ് ഖാനാണ് ഇത് രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചത്. ഉച്ചഭക്ഷണം കഴിച്ച ബുറാഖ് റെസ്റ്റോറൻറ്റിൻ്റെ മനോഹരമായ ആംബിയൻസ് എല്ലാവരും ഇഷ്ടപ്പെട്ടു. ഉച്ചഭക്ഷണത്തിന് ശേഷം ഡാൽ തടാകത്തിൻ്റെ തീരത്തു തന്നെയുള്ള ഷാലിമാർ പൂന്തോട്ടത്തിലേക്കാണ് പോയത്. ഗാർഡൻ ഓഫ് ലവ് എന്നറിയപ്പെടുന്ന ഈ മനോഹര ഉദ്യാനം മുഗൾ ചക്രവർത്തിയായ ജഹാംഗീർ പ്രിയപ്പെട്ട ഭാര്യയായ നൂർജഹാനു വേണ്ടി 1619 നിർമ്മിച്ചതാണ്. പൂക്കളും ജലധാരകളും മനോഹരമായ ചിനാർ മരങ്ങളും പേർഷ്യൻ മുഗൾ ശൈലിയിൽ 3 തട്ടുകളായി തിരിച്ചിരിക്കുന്ന ഈ ഉദ്യാനത്തിൻ്റെ പ്രധാന ആകർഷണങ്ങളാണ്. ജുവൽ ഇൻ ദ ക്രൗൺ ഓഫ് കാശ്മീർ
കാശ്മീരിൻ്റെ കിരീടത്തിലെ രത്നം എന്നറിയപ്പെടുന്ന ഡാൽ തടാകം സന്ദർശിക്കാതെ കാശ്മീർ സന്ദർശനം പൂർത്തിയാകില്ല. വിക്ടോറിയൻ ശൈലിയിലുള്ള ഹൗസ് ബോട്ടുകളിലെ താമസവും പരമ്പരാഗത ശിക്കാര വള്ളങ്ങളിലെ യാത്രയും യാത്രക്കിടയിൽ ചെറുവള്ളങ്ങളിൽ നമ്മെ തേടിയെത്തുന്ന കച്ചവടക്കാരും ഇതെല്ലാം സന്ദർശകർക്ക് അവിസ്മരണീയമായ അനുഭവം നൽകുന്നു. ശൈത്യകാലത്ത് തടാകത്തിൻ്റെ ഉപരിതലം പൂർണ്ണമായും തണുത്തുറഞ്ഞ് ഐസായി മാറാറുണ്ട്. പക്ഷേ ഡാൽ തടാകത്തെ തിരിഞ്ഞു നോക്കാതെ എങ്ങനെ പോകും? കാശ്മീർ യാത്രയുടെ അവസാന ദിവസം സന്ദർശിക്കാനുള്ളത് ദാൽ തടാകത്തിൻ്റെ വടക്കേ തീരത്തുള്ള ഹസ്രത്ത് പാൽ മോസ്ക് ആണ്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ തിരുശേഷിപ്പ് ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ് വിശ്വാസം. 17-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച ഇഷ്റത്ത് മഹൽ എന്ന കൊട്ടാരം പ്രാർത്ഥനയ്ക്കുള്ള സ്ഥലമാക്കി മാറ്റാൻ ഉത്തരവിട്ടത് ഷാജഹാൻ ചക്രവർത്തിയാണ്. മാർബിൾ കൊണ്ട് നിർമ്മിച്ച ഇപ്പോഴത്തെ പള്ളി 1968-79 കാലഘട്ടത്തിലാണ് നിർമ്മിച്ചത്. 6 ദിവസത്തെ സൗഹൃദത്തിൻ്റെ കൊട്ടിക്കലാശം. മടക്കയാത്രയ്ക്കുള്ള സമയമായി. ശ്രീനഗർ എയർപോർട്ടിലെ കർശനമായ സുരക്ഷാ പരിശോധനകൾക്ക് ശേഷം ഇൻഡിഗോ വിമാനത്തിൽ മഞ്ഞു മൂടിയ പർവ്വതനിരകളോട് യാത്ര പറഞ്ഞ് ഡൽഹിയിലേക്കും അവിടെ നിന്ന് കൊച്ചിയിലേക്കും.